പിന്നെ യുവമോർച്ച പ്രവർത്തകരാണ് അഭിവാദ്യവുമായി ഉള്ളത്. അതായത് ഗവർണർ വന്നത് അറിഞ്ഞിട്ട് ചേർന്ന യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗണേശിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ അഭിവാദ്യ പ്രകടനങ്ങൾ നടക്കുന്നത്. എന്തായാലും ഗവർണർ വീണ്ടും അവിടെ വീണ്ടും ആൾക്കാരോട് സംസാരിക്കുകയാണ്. ഗണേശ് യുവമോർച്ചയുടെ നേതാവ് ഗണേശ് അവിടെ എത്തി പിന്നെ അദ്ദേഹം പറഞ്ഞു. കാരണം ജനങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, ആൾക്കാരോട് സംസാരിക്കാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ മുദ്രാവാക്യം വേണ്ടതില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷിനോട് പറഞ്ഞു. അങ്ങനെ മുദ്രാവാക്യം എന്തായാലും പിന്നെ പല തരത്തിലുള്ള മാനങ്ങൾ യാത്രയ്ക്കുണ്ട് നമുക്കറിയാം. സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്രയാണ് ഒരു വശത്ത്. അതേസമയം താൻ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരാളാണ് എന്ന് പിന്നെ സ്ഥാപിക്കുക. മാത്രമല്ല പ്രതിഷേധം, കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയരുന്നു എന്ന പിന്നെ വാദത്തെ മറികടാൻ കേരളത്തിൽ ജനങ്ങൾ എന്നെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, അതേസമയം രാഷ്ട്രീയമായാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത് എന്നൊരു യുദ്ധം കൂടി ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ അങ്ങനൊരു പിന്നെ നടത്തുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട്. അദ്ദേഹം ആൾക്കൂട്ടത്തെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ കോഴിക്കോട്ടിൻ്റെ നഗര ഹൃദയമായ മിഠായിത്തെരുവിലൂടെ നടന്ന് അദ്ദേഹം നീങ്ങുകയാണ്. തീർച്ചയായും പോലീസുകാർ വലിയ വെല്ലുവിളി. കാരണം ഇനിയിപ്പോൾ നമ്മളിനിയൊരു 200-300 മീറ്റർ, പക്ഷേ 300-400 മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. തനിക്ക് കേരള പോലീസിന്റെ സുരക്ഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് ഇതിനെ കാണാവുന്ന ആൾക്കാരോട് നിന്ന് ഫോട്ടോ എടുക്കാൻ സംസാരിക്കുകയാണ്. ആൾക്കാരുമായി പ്രത്യേകിച്ച് വ്യാപാരികളുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ അവരുടെ ആശയം നടത്തുകയാണ്. അവരുടെ ആളുകൾ തിങ്ങിക്കൂടുന്നതിൻ്റെതായ ഒരു പ്രശ്നം കൂടി ഉണ്ട്. കാരണം പ്രത്യേകിച്ച്